അല്ലേ ഇജോടടാ, ഞാൻ ഇവിടെ അങ്ങാടിയിൽ വന്നിരിക്കുന്നുണ്ട്. എനിക്കാണ് വീട്ടിക്ക് ഇപ്പൊ തീരെ കയറാൻ വയ്യാത്തൊരു കോലാണ്. ഇജ് എങ്ങനെങ്കിലും കൊണ്ടുപോവാ. അന്ന് നമ്മൾ വക്കീലിനെ കൊണ്ട് പേപ്പറൊക്കെ കൊടുത്തതല്ലേ, അതിനെന്തെങ്കിലും തീരുമാനമായ? അല്ലെങ്കിൽ തൂങ്ങി മരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് കിട്ടുവാ. ഇതൊക്കെ ഇപ്പൊ എല്ലാ കുടുംബത്തിലുള്ള വിഷയമാണ്, നമ്മളെ കുടുംബത്തിൽ മാത്രല്ല. ഒക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. ഒന്നും ബേജാറാണ്. അല്ലേ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടി? ആ വക്കീല് വീട്ടിൽ കയറാൻ പറഞ്ഞാണ്. ഈ വണ്ടിമ കയറിക്ക. അല്ലേ വക്കീലിന്റെ വീടെത്തിയടാ. ഇതാണ് വക്കീലിന്റെ വീട്. ഇജ്ജ് കയറി ഇരിക്ക്, ഞാൻ വണ്ടി ഒന്ന് സൈഡായി കാട്ടെ. വരി, കയറിയതോളൂ. വക്കീൽ സാറേ, മുന്നങ്ങൾ ഓഫീസിൽ വന്ന് ഫയൽ തന്നതാണ്. ആ അമ്മോസിനും മരുവനുള്ള കേസാണ്. അതിൽ 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ വീട്ടിലേക്ക് വരാൻ. ആ കേസ് എന്തായി? 2024-25 ഒരിയമ്പറമ്പത്ത് മൂസ ആൻഡ് മുനീർ, ഈ കേസല്ലേ? അതെ. ഈ കേസ് നിങ്ങൾക്ക് കോടതി അനുകൂലമായ വിധിയാണ് വന്നിട്ടുള്ളത്. കോടതിന്റെ ഒരു വിധിപ്പകർപ്പിന്റെ കോപ്പി നിങ്ങളെ മരുമകൻ മുനീറിന് പോയിട്ടുണ്ട്. അടുത്ത മാസം 5-ാം തീയതി കോടതി അവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അവർ ഇറങ്ങിക്കൊള്ളണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കയറി താമസിക്കാം. വിധിപ്പകർപ്പിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ വിധിപ്പകർപ്പിന്റെ കോപ്പി കേട്ടോ. നിങ്ങൾ വെച്ചോളൂ. അല്ലേ പഠിച്ചോ, എന്നെ കുഴപ്പമില്ലടാ. കുഴക്കൂലടാ വക്കീല്, നിയമപോരാട്ടത്തിലൂടെ നമുക്ക് ഈ കേസ് അനുകൂലാക്കി തന്ന് പഠിച്ചോ നമ്മളെ കൈവിടൂലടാ. അത് എന്റെ കൂടെ ഉണ്ട്. വക്കീലെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദി മാത്രല്ല മൂസ, അതിനുള്ള ഫീസാണ് കൊടുത്തത്. ഫീസും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട മോശേ. കാരണം എന്താണെന്നറിയോ, ഇത്തരം ആളുകൾക്ക് ഇതൊരു പാടാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് രക്ഷിതാക്കൾ ഈടേ തിണ്ണയിലാണ്. അതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി ആ സാധുക്കള് പാവപ്പെട്ട് മക്കൾക്കും മരുവൊക്കെ കൊണ്ട് എഴുതി കൊടുക്കും. അവസാനം അറ്റിങ്ങളെ ചവിട്ടി പുറത്താക്കും. അത്തരം ആളുകൾക്ക് ഇതൊരു പാടാണ്. സാറേ പോട്ടെ.